ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മളിന്ന് നേരെ പോകുന്നത് അബുദാബിയിലേക്കാണ് ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി. അങ്ങനെ നമ്മളിത് അൽവത്ത് എത്തിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ലൈറ്റിങ്ങും ഡെക്കറേഷൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഡെക്കറേഷൻസ് എല്ലാം കാണണമെങ്കിൽ നമ്മൾ അബുദാബി തന്നെ പോകണം. അബുദാബിയിലല്ലാതെ വേറെ ഒരു എമിറേറ്റിൽ ഇങ്ങനത്തെ ഡെക്കറേഷൻസ് ഒന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മൾ കാറിലും പാർക്ക് ചെയ്ത് ടിക്കറ്റും എടുത്തിട്ട് ആ മെയിൻ എൻട്രൻസ് വഴി ഉള്ളിലേക്ക് കയറുമായിരുന്നു. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഇങ്ങനത്തെ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലായിട്ട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ നടുവിൽ കാണുന്ന ഈ ഒരു ടവർ പോലത്തെ സംഭവമാണ് ഇതിൻ്റെ മെയിൻ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ മുന്നിൽ അവർ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ എന്നെല്ലാം എഴുതി നല്ല അടിപൊളിയാക്കി ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ ആൾക്കാരുണ്ടായിരുന്നു. കുറേ ഇങ്ങനത്തെ ബലൂണും കോട്ടൺ ക്യാൻഡിയെല്ലാം വെക്കുന്ന ആൾക്കാർ ഇങ്ങനെ കുട്ടികളെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ടിൽ തന്നെ. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഉള്ളിലൊന്ന് കയറി ഒന്നിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത്. ഇപ്രാവശ്യം അവർ മുന്നിൽ ഇങ്ങനെ വെള്ളം വീഴുന്ന കളർ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടൊരു അടിപൊളി സംഭവം ചെയ്തിട്ടുണ്ട്. പിള്ളേർക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും അത്. അങ്ങനെ നമ്മൾ അതെല്ലാം നോക്കി നടന്ന് പോകുമ്പോൾ ഇതാ അവരെ എമിറാത്തി ട്രഡീഷണൽ കൾച്ചറൽ ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് ജസ്റ്റ് ദൂരത്തു നിന്ന് നോക്കി കണ്ട് പിന്നെയും നമ്മൾ നടന്നു. എല്ലാ പവലിയൻ്റെ ഉള്ളിലൊന്നും കയറിയിട്ടൊന്നുമില്ല, വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് പുറത്തൂടെ നടക്കുമ്പോൾ വീഡിയോ മാത്രമേ ഉള്ളൂ. അതും കൂടെ ഉൾപ്പെടുത്തിയതൊരു വലിയ വീഡിയോ. അതിനേക്കാളും നല്ലത് പുറത്തുനിന്നുള്ളത് മാത്രമാണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഫസ്റ്റ് നമ്മൾ കയറിയത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ കയറിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു എനർജി പാക്ഡ് ഡാൻസ് കാണാൻ പറ്റും നമുക്ക്. അത് നല്ല പഞ്ചാബി ഡാൻസ് ആയിരുന്നു. ഇവരുടെ കൂടെ നമ്മളും അറിയാതെ ഡാൻസ് കളിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നത്. പിന്നെ നമ്മളിതാ നടന്നു പോകുമ്പോൾ അവിടെ മെയിൻ സ്റ്റേജിൽ എന്തോ ഒരു കോമിക് പ്രോഗ്രാം എന്തോ നടക്കാൻ പോകുന്നുണ്ടായിരുന്നു. പിള്ളേരെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ് അവർ ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ചുറ്റിലും നല്ല തിരക്കും ഉണ്ടായിരുന്നു, നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നൂണ് വേറെ വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം അവർ കൊണ്ടുവന്ന ഒരു അടിപൊളി സംഭവമാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇതുകൂടെ വന്നപ്പോൾ പൂർത്തിയായി. ശരിക്കും ഒരു ഗ്ലോബൽ വില്ലേജിൻ്റെ മിനി വേർഷൻ തന്നെയായത്. മുന്നേ ഇങ്ങനത്തെ ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം അവർ കൊണ്ടുവന്നത് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഗ്ലോബൽ വില്ലേജ് പോകണമെങ്കിൽ നമ്മൾ 30 ദിറംസ് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഈ ഫുഡെല്ലാം ടേസ്റ്റ് ചെയ്യാൻ ഇതാക്കാൻ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ 10 ദിറംസ് നമുക്ക് ടിക്കറ്റ് വരുന്നില്ല. അതിൻ്റെ ഉള്ളിൽ നല്ല വൈഡ് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ഉണ്ട്, ഫുഡിൻ്റെതും ബാക്കി എല്ലാ സംഭവങ്ങളും. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു വേർത്തായിട്ടുള്ള സംഭവമാണ്. അങ്ങനെ നമ്മൾ ഓരോ ഫുഡിൻ്റെ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി നടന്ന് വീണ്ടും നമ്മൾ ആ മെയിന് ഒരു ടവറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വീണ്ടും നടന്ന് ഇങ്ങനെ ചുറ്റും നടന്ന് പോയി കണ്ട് കുറച്ച് നേരം അവിടെ സൈഡിലെല്ലാം ഇരുന്ന് കുറേ ദൂരം നടക്കുമ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കണമല്ലോ. ഇപ്രാവശ്യം അവരിത് ആഫ്രിക്കൻ്റെ ഒരു പവലിയനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലത്തെ ആഫ്രിക്കൻസിൻ്റെ ഒരു ചെണ്ട മുട്ടിയിട്ടുള്ളൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അവർ പിള്ളേരെല്ലാം ഇങ്ങനെ ചെണ്ട മുട്ടാനും കൂട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു ഗെയിമിൻ്റെ ഏരിയയിലൊക്കെ ജസ്റ്റ് ഒന്ന് പോയി നോക്കി. പിന്നെ ഇതാ പിള്ളേർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയ കുറേ ഇങ്ങനെ പെയിൻറ്റിങ്ങും ഡ്രോയിങ്ങിൻ്റെ എല്ലാം സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നോക്കി നടന്ന് നമ്മൾ ഇതാ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ സൈഡിലൂടെ ചൈനേൻ്റെ ആ ഒരു ഭാഗത്തേക്കൂടെ നടന്ന് കുറേ വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ ഗെയിമിങ്ങിൻ്റെ ഏരിയയിലും നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാ റൈഡിലും ആൾക്കാർ കൂക്കലും പടയാക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ റൈഡിലെല്ലാം കയറാൻ പേടിയാണ്ട് അതിലൊന്നും കയറിയിട്ടില്ല. ജസ്റ്റ് അതെല്ലാം നോക്കി നടന്ന് വീഡിയോ എല്ലാം എടുത്ത് പിന്നെ ഗെയിമിങ്ങിൻ്റെ ഏരിയയിലൊക്കെ ഒന്ന് പോയി. പിന്നെ എൻ്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഒരു ഗെയിം ഞാൻ കളിച്ചിരുന്നു. കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. മുന്നേ ഒരു പ്രാവശ്യം ഈ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവൽ വന്നപ്പോൾ ആ ഗെയിം കളിച്ചിട്ട് എനിക്കൊരു പിന്നെ ടോയ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിലാണ് ഞാൻ കളിച്ചത്. പക്ഷേ ഇപ്രാവശ്യം ചീറ്റിപ്പോയി. അങ്ങനെ നടന്ന് ഇതാ വീണ്ടും നമ്മൾ മുന്നോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിലൊക്കെ ഇങ്ങനത്തെ ചെടികളും ഇതൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുറേ സീറ്റിംഗ് ഏരിയാസ് ഉണ്ട്. നമുക്കിങ്ങനെ നടന്ന് ക്ഷീണം പിടിച്ചാൽ സൈഡിലൊക്കെ ഇരിക്കാൻ നമുക്ക് പറ്റും. നല്ല അടിപൊളി ആയിട്ട് അവർ ചെയ്തിട്ടുണ്ടെല്ലാം. അങ്ങനെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പം അവിടെ ഒരു വൈൽഡ് ലൈഫിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ കുറേ ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2-3 സാധനത്തിന് അവർ പുറത്തിറക്കി വെച്ചിട്ട് ആൾക്കാർ അങ്ങോട്ടേക്ക് എന്താ പറയുക ഇങ്ങനെ ഇതാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ കുരങ്ങനുണ്ടായിരുന്നു. ആ ആനേൻ്റെ ചെവി അനങ്ങുമ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് ഒറിജിനൽ, പിന്നെ അത് അനങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ മനസ്സിലായത് ഒറിജിനലല്ല. അത്രയ്ക്ക് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ നല്ലൊരു അടിപൊളി തത്ത ഉണ്ടായിരുന്നു. ഈ കുരങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ കളിപ്പിക്കുന്നെല്ലാം ഉണ്ടായിരുന്നു. താനൊക്കെ കണ്ടിട്ട് സന്തോഷമായി. താന് കുറേ നേരം അതിൻ്റെ അടുത്ത് നിന്ന് നോക്കി. പിന്നെയും നമ്മളിങ്ങനെ നടന്ന് പിന്നെ അവരെ പണ്ടത്തെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനത്തെ ഉണ്ടായിരുന്നു. അവരെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ അവർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അവരവിടെ ഇങ്ങനെ ഒരു ഇതായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് നോക്കി കണ്ട് എന്താ നമ്മളിങ്ങനെ വീണ്ടും ഓരോന്നായിട്ട് നോക്കി നടക്കുകയെന്ന്. അങ്ങനെ നമ്മൾ ചൈന, കൊറിയ, തായ്ലൻഡ് എല്ലാത്തിൻ്റെ പവലിയനിലും കയറി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നടന്നു. എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറേ സാമ്പിളെല്ലാം കിട്ടി. അതെല്ലാം തിന്ന് നല്ല സന്തോഷത്തോടെ നടക്കുകയായിരുന്നു. അങ്ങനെ ഒരു 9 മണി അങ്ങനെ ആയപ്പോൾ
നല്ലൊരു അടിപൊളി കിടിലൻ ഫയർ വർക്ക്സ് ഉണ്ടായിരുന്നു. ഒരു രക്ഷ ഉണ്ടായിട്ടില്ല. നല്ലൊരു വെറൈറ്റി, ഏടെ ഇതുവരെ ഇങ്ങനത്തെ ഫയർ വർക്ക്സ് കണ്ടിട്ടാന്ന് പറയാം. അത്രക്ക് ഭംഗിയുണ്ടായിരുന്നു. ഒരു 10-15 മിനിറ്റോളം എങ്ങാനും ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. വന്നത് മുതലായി എന്ന് പറയല്ല, അത് ഈ ഒരു ഫയർ വർക്ക്സ് കണ്ടപ്പോൾ ശരിക്കും. അങ്ങനെ നമ്മൾ കുറേ നേരം അതൊക്കെ നോക്കിയിട്ട് അവിടെ നിന്നു. ഒരു രക്ഷയില്ലാത്ത ഐറ്റമായിരുന്നു. പിന്നെ അവിടെ വാട്ടർ ഡാൻസ് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നമ്മൾ മറ്റേ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വന്ന് ഇതൊരു ഷേവ്ഡ് ഐസ്ക്രീമിൻ്റെ അവരിങ്ങനെ ഇതാക്കിയാണ്, കുറേ ക്വാണ്ടിറ്റി ഉണ്ടത്. അപ്പോൾ അത് ഓർഡർ ചെയ്ത ആൾക്കാർ മതി അത്ര മതി എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മളിതാ ഒരു മറ്റേ എന്താണ് മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. കുറേ കാലമായിട്ട് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അതും സാധിച്ചു. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഒരു വെറൈറ്റി ഐറ്റം. ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ മേലോട്ടേക്ക് ഇങ്ങനെ പൊങ്ങി പോകുന്നൊരു സംഭവം. ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോസൊക്കെ എടുത്ത് ഞാൻ താനുവിനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. താനു കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ചെറുതാണ്ടേ, താനിക്കിതൊന്നും കണ്ട് തിരിയുന്നുണ്ടായിട്ട. പ്രാവശ്യം ഞാൻ ഓനെ എടുത്തിട്ട് കാണിച്ചു കൊടുത്ത് ഒരു സംഭവം. ഓനക്ക് നല്ലൊരു ഇതായിട്ട് തോന്നി. പിന്നെ നമ്മളിതാ ലാസ്റ്റ് നടക്കുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ കുറേ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. അത്ര ആ ഒരു തിരക്കുണ്ടായിരുന്നില്ല. ഫസ്റ്റ് കയറുമ്പോൾ ഉണ്ടായ ആ ഒരു തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ അതിൻ്റെ ഇടയിലൂടെ എല്ലാം കുറേ ദൂരം നടന്ന് അവിടെ ഒരു സ്റ്റാച്ചുവിനെ കണ്ടിട്ട് താനൊക്കെ നല്ല ഒരു കൗതുകം തോന്നി. താനും അതിൻ്റെ പല്ലൊക്കെ പിടിച്ചിങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഓൻ്റെ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മളിതാ വീണ്ടും അങ്ങോട്ടേക്ക് നടന്നു. ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ തിരക്ക് കുറഞ്ഞുകൊണ്ട് തന്നെ ജാബി താനുവിനെ ഇറക്കി അവിടെ കുറച്ച് നേരം ആ വെള്ളത്തിൻ്റെ അടുത്തേക്കെല്ലാം പോയി നോക്കി. ഓനാണെങ്കിൽ ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് വീണ്ടും നമ്മൾ തിരിച്ച് ദുബൈയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ദുബൈയിലൂടെ കുറേ ദൂരം പോയി ലാസ്റ്റ് നമ്മളെ ഷാർജയിലേക്ക് എത്താനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഷാർജയിലെത്തി. നേരെ നമ്മൾ പോയത് നമ്മളെ എപ്പോഴും പോകുന്ന KFCയിലാണ്. അങ്ങനെ നമ്മൾ KFCയും കഴിച്ച് നേരെ റൂമിൽ പോയി. അപ്പോൾ അടുത്ത